കൃപയുടെ യുഗത്തിൽ കൃപ കൊണ്ടാണ് നീ പാപത്തെ നേരിടേണ്ടത്. നീ സ്വയം അധ്വാനിച്ച് ഒരിക്കലും പാപത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. കൃപ വേണം. ഈ കൃപ എവിടുന്ന് കിട്ടും? ഇനി അടുത്ത പ്രശ്നം അതല്ലേ, ഈ കൃപ എവിടുന്ന് കിട്ടും? എഫേസ്യർ ലേഖനം 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിയമം തെറ്റിക്കാൻ ആർക്കും അനുവാദമില്ല. ഒറ്റ നിയമവും തെറ്റിക്കരുത്. 1-ാമത്തെ നിയമം മുതൽ 10-ാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ് കേട്ടോ, അത് ഓർത്തോണം. 10 കൽപ്പനയും ശരിയായിട്ട് അനുസരിക്കണം. പക്ഷേ സ്വന്തം അധ്വാനം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. ഈ കൃപ കിട്ടാനുള്ള അനേകം വഴികളുണ്ട് പുതിയ നിയമത്തിൽ. ഒരു പ്രധാനപ്പെട്ട വഴിയാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനത്തിന് മുഴുവൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ വിശ്വാസം തരണേ, വിശ്വാസം തരണേ, വിശ്വാസം തരണേ. വിശ്വാസം ഇല്ലാതെ ഒരു വ്യക്തി പുതിയ നിയമത്തിന്റെ ഭാഗമാവില്ല. ആ വിശ്വാസം ദൈവം തരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?